തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. സ്നേഹമുള്ളവരെ, ഒരിക്കൽ നാഷണൽ പാർക്ക് കാണുവാനായി ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിൽക്കുകയായിരുന്നു. എൻ്റെ തൊട്ടു മുമ്പിലുണ്ടായിരുന്നത് ഒരമ്മയും ഒരു കൊച്ചു പെൺകുട്ടിയുമായിരുന്നു. ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് അവരെത്തിയപ്പോൾ ഈ കുഞ്ഞുകുട്ടി പറഞ്ഞു, അമ്മേ, എനിക്ക് ഹാഫ് ടിക്കറ്റ് മതി. കാരണം ആ കൗണ്ടറിൻ്റെ അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു 5 മുതൽ 10 വരെ വയസ്സുള്ളവർക്ക് ഹാഫ് ടിക്കറ്റ് എന്ന്. അമ്മ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തെത്തിയപ്പോൾ ഒരു ടിക്കറ്റ് മാത്രം വാങ്ങിച്ചു. അപ്പോൾ ആ കൗണ്ടറിലെ ചേട്ടൻ ചോദിച്ചു, കുഞ്ഞിന് എത്ര വയസ്സായി? അമ്മ പെട്ടെന്ന് മറുപടി പറഞ്ഞു, 4.5. ഇത് പറഞ്ഞതും ഈ പെൺകുട്ടി പെട്ടെന്ന് പറഞ്ഞത്, മാം, ഐ എം 5.5. അമ്മ, എനിക്ക് 5.5 വയസ്സായി. ഉടനെ അമ്മ ആ കുഞ്ഞിൻ്റെ വാ മൂടി പിടിച്ച് പാർക്കിൻ്റെ ഗേറ്റിലേക്ക് ഒരു ടിക്കറ്റും വാങ്ങിപ്പോയി. പാർക്കിൻ്റെ ഉള്ളിൽ നടക്കുമ്പോഴും ഈ കുഞ്ഞ് പല പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ടായിരുന്നു, മാം, ഐ ആം 5.5. ഹൗ ക്യാൻ യു ലൈ? അമ്മ, എനിക്ക് 5.5 വയസ്സായി. എങ്ങനെ അമ്മയ്ക്ക് നുണ പറയാൻ കഴിയുക? യാത്ര ചെയ്യുമ്പോഴും ടിക്കറ്റ് കൗണ്ടറുകളുമൊക്കെ പലപ്പോഴും ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞത്. പ്രത്യക്ഷത്തിൽ വളരെ നിസ്സാരമെന്ന് തോന്നാമെങ്കിലും ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവൾ വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. അമ്മയ്ക്ക് താൻ എന്തോ നേടിയെന്ന ഭാവമായിരുന്നുവെങ്കിലും ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ ഒത്തിരി സംശയങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം. മനഃശാസ്ത്രം വളരെ ശക്തമായിട്ട് പറയുന്നു, ഒരു കുഞ്ഞിൻ്റെ ആദ്യത്തെ 7 വയസ്സുവരെയുള്ള കാലഘട്ടങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അവനും അവളും ഒബ്സർവേഷനിലൂടെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും സ്വായത്തമാക്കുകയും ചെയ്യുക. അതുകൊണ്ടാണല്ലോ ഈ പ്രായത്തിലുള്ളവർ അനുകരിക്കുന്നത് മാതാപിതാക്കളെയും അധ്യാപകരെയും മുതിർന്നവരെയും ഒക്കെ. വചനം നമ്മെ ഓർമ്മപ്പെടുത്തട്ടെ, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. വചനത്താൽ നമുക്ക് നയിക്കപ്പെടാം, വചനത്തിൻ്റെ സാക്ഷികളാകാം. നന്ദി.